പഴയങ്ങാടി ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി നിരവധി ശാക്തേയോപാസകരെ മാടി വിളിക്കുന്ന കോലോത്തുനാടിൻ്റെ സാംസ്കാരിക സമുന്നയത്തിൻ്റെ പരിച്ഛേദമായ മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ പാറക്കുളത്തിനരികിലൂടെ വടക്കോട്ട് നടന്നാൽ ഭഗവതിയുടെ നടയിലെത്തും. മൊട്ടക്കുന്നിൽ നിന്നും വ്യത്യസ്തമായ ഇടതൂർന്ന് വളരുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒരുക്കിയ ഒരു കൊച്ചു വനത്തിലാണ് ക്ഷേത്രം. ഈ സ്ഥലത്തിന് തിരുവർക്കാട് എന്നൊരു പേരുണ്ട്. ഏറുകാട് അസുരനെ എറിഞ്ഞു കൊന്നു എന്ന അർത്ഥത്തിലാണ് പിന്നീട് തിരുവർക്കാടായത് എന്ന് പറയുന്നു. കാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുമ്പ് കടലിനടിയിലായിരുന്നുവെന്നും ദേവിയുടെ ശക്തി കൊണ്ട് മാട അഥവാ മേടായി തീർന്നുവെന്നും പുരാവൃത പഠനവുമുണ്ട്. കിഴക്കേ നടയിൽ കിഴക്കേ അറ്റത്ത് പടർന്നു പന്തലിച്ച് തണൽ വിരിക്കുന്ന വടവൃക്ഷം, വടക്കും തെക്കും പടിഞ്ഞാറും ഇടതൂർന്നു വളരുന്ന കാടുകൾ. ഭഗവതിയെ തൊഴാനായി നാലമ്പലത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ശിവഭഗവാന്റെ ശ്രീകോവിലാണ്. ശ്രീകോവിലിന് മുമ്പിൽ നമസ്കാര മണ്ഡപമുണ്ട്. നമസ്കാരം. നമ്മളങ്ങനെ ഒരു രുചിത്വ വിധാനത്തിൽപ്പെട്ട 13 മഹാക്ഷേത്രങ്ങളിൽ അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തി. കണ്ണൂരുള്ള മാടായിക്കാവ് ക്ഷേത്രം, മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ചും കാണുകയും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു പീഠത്തിൽ പട്ട് വിരിച്ച് നാന്തകവാൾ വെച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ മലബാർ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാടോടി കഥയും ഈ നാന്തകവാളിന്റെ പിന്നിലുണ്ട്. ശ്രീകോവിലിന് അല്പം തെക്കുമാറിയാണ് ഭദ്രകാളിയുടെ ഗർഭഗൃഹം. ഭഗവതിയുടെ ശ്രീകോവിലിന്റെ മുഖം പടിഞ്ഞാട്ടാണ്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ ഭഗവതിയുടെ 3 വിഗ്രഹങ്ങൾ ഉണ്ട്. ഭദ്രകാളിയുടെ ശക്തി സ്രോതസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഭഗവതി വിഗ്രഹം ആസന രൂപത്തിലാണ്. സുവർണപീഠത്തിലിരിക്കുന്ന ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് 8 അടിയോളം പൊക്കവും മാതൃസദ്ഭാവത്തിൽ പറയുന്നത് പോലെ ദിവ്യായുധങ്ങൾ ധരിച്ച് 8 തൃക്കരങ്ങളും വളഞ്ഞ കിരീടവും ചെത്തിപ്പൂമാലയും ചുവന്ന പട്ടും സ്വർണാഭരണ വിഭൂഷണങ്ങളും വലത്തുകാൽ കുത്തിക്കൊണ്ട് ഇടത്തുകാൽ അസുരനെ ചവിട്ടി ശൂലം കൊണ്ട് വധിക്കുന്ന നിലയിലാണ് താമസഭാവത്തിലുള്ള ദേവീ വിഗ്രഹ പ്രതിഷ്ഠ. ആ വിഗ്രഹത്തിലേക്ക് നോക്കി ഭഗവതിയെ കണ്ടു തൊഴുതു കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ ഭാരം നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായി അനുഭവപ്പെടും. കളവെഴുത്തുപാട്ടും ശാക്തേയ പൂജാ സമ്പ്രദായവുമാണ് ഇവിടെ നിലനിന്ന് പോകുന്നത്. കോഴിയറവും കളിയാട്ടവും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. കടും ശർക്കര യോഗത്തിലുള്ള മൂലബിംബവും ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കും ഗണദേവതകൾക്കും ബലി തൂകാൻ പോകുന്ന ശിവേലി ബിംബം ലോഹത്തിലും അഭിഷേകത്തിനുള്ള അർച്ചനാബിംബവും ആണ് പ്രധാനം. ഇതോടൊപ്പം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയുടെ നാന്തകവാളും ഈ ക്ഷേത്രത്തിലെ പ്രധാന ബിംബങ്ങളാണ്. ഭഗവതിയുടെ ശ്രീകോവിലിന് മുമ്പിലായി
കിഴക്കു പടിഞ്ഞാറ് ദീർഘചതുരത്തിലായി വടക്കോട്ട് മുഖമുള്ള ശ്രീകോവിലാണ് രുരുജിത്ത് വിധാനത്തിന്റെ പ്രധാന പ്രത്യേകതയായിട്ടുള്ള സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ. ഒപ്പം വീരഭദ്രനും ഗണപതിയുമുണ്ട്. വടക്ക് കിഴക്ക് നിന്നും ആരംഭിച്ച് വടക്ക് പടിഞ്ഞാറ് അവസാനിക്കുന്ന തരത്തിൽ നിരന്നിരിക്കുന്ന നിലയിലാണ് 9 വിഗ്രഹങ്ങളും ഏകദേശം 7 അടി പൊക്കവും വരും. ദേവിയുടെ ശ്രീകോവിലിന്റെ പിൻചുമരിൽ 2 യക്ഷികൾ, ഭൈരവർ, വേതാളം, വിമാന ദേവതകൾ എന്നിവരുടെ ശില്പങ്ങളും ഉണ്ട്. സപ്തമാതൃക്കൾ 7 ദേവന്മാരുടെ സ്ത്രീരൂപങ്ങളാണെന്നും അല്ലെങ്കിൽ 7 ദേവന്മാരുടെ വാമഭാഗമാണെന്നും വിശ്വാസം. ഇന്ദ്രന്റെ വാമഭാഗമായി ഇന്ദ്രാണിയും, വരാഹന്റേത് വരാഹിയും, വിഷ്ണുവിൻ്റേത് വൈഷ്ണവിയും, കുമാരൻ്റേത് കൗമാരിയും, മഹേശ്വരൻ്റേത് മഹേശ്വരിയും, ബ്രഹ്മാവിൻ്റേത് ബ്രാഹ്മണിയും, ചാമുണ്ടൻ്റേത് ചാമുണ്ടിയും ഇവരാണ് സപ്തമാതൃക്കൾ. മഹാദേവിയുടെ മൂലബിംബം പോലെ തന്നെ സപ്തമാതൃക്കളുടെ വിഗ്രഹവും കടും ശർക്കര യോഗത്തിലുള്ളതാണ്. അതിനാൽ അഭിഷേകമില്ല ഇവിടെ. മുന്നിൽ കത്തിച്ചു വെച്ച് വിളക്കിലാണ് വഴിപാടുകളും പൂജയും ചെയ്യുന്നത്. ഇവിടുത്തെ ക്രിയകളെല്ലാം കഴിക്കുന്നത് ശാക്തേയ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന പിടാരകന്മാരാണ്. മാടായിക്കാവിലെ പൂജാവിധികൾ ശാക്തേയ രീതിയിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ഭദ്രകാളിക്ക് രക്തതർപ്പണവും കോഴിബലിയും മുഖ്യമാണ്. ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ മാംസം പാകം ചെയ്ത് നിവേദ്യമായി ഭക്തർക്ക് നൽകുന്നു. കോലോത്ത് നാട്ടിലെ വിവിധ സമുദായങ്ങളും അവയുടെ ആരാധനാലയങ്ങളും മാടായിക്കാവും തിരുവർക്കാട്ട് ഭഗവതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂജാരിമാരായി പിടാരന്മാരും, തന്ത്രിയായി കാട്ടുമാടവും, പാരമ്പര്യ അവകാശികളായി നായന്മാരും, യാദവരും, തീയരും, മലയരും, പുലയരും തുടങ്ങി സർവ്വസാമുദായിക ബന്ധം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. മാടായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാരീതികളും ക്ഷേത്രത്തിന്റെ വാസ്തുശില്പവും പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത് അതിന് മാതൃസദ്ഭാവത്തിലും ശേഷസമുച്ചയത്തിലുമൊക്കെ വിവരിക്കുന്ന ഭദ്രകാളി രുരുജിത്ത് പ്രതിഷ്ഠാരീതികളോട് ഒരുപാട് സാമ്യങ്ങളുണ്ട്. കേരളാചാരപ്രിയയായ കേരളദേശത്തിന്റെ പരദേവതയായിരിക്കുന്ന കാളി നമ്മുടെയൊക്കെ ജീവിതമാകുന്ന യുദ്ധത്തിന് കൂട്ടുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാവും. ഭദ്രകാളീത്തു ചാമുണ്ടി സദാ വിജയവർദ്ധിനി ശത്രുനാശേ ശിവോദ്ഭൂത കലിയുഗേ പ്രകീർത്തിത എന്ന് ദക്ഷിണേന്ത്യൻ ബ്രഹ്മയാമളം പറയുന്നു. ഭദ്രകാളി കൂടെയുണ്ടെങ്കിൽ ശത്രുനാശവും ജീവിത വിജയവും ഉറപ്പാണ്.